ഹലോ, പിന്നെയും ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ ഗാർഡൻ്റെ പണികൾക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഗാർഡനൊക്കെ ചെറുതാക്കി നമ്മളിങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗാർഡൻ്റെ ഒരു പണിയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ മാറ്റുന്ന സമയത്താണ് ഈ ഒരു ചെമ്പരത്തിൻ്റെ കണ്ണപ്പെട്ടത്. കുറച്ച് കാലം മുന്നേ അമ്മ നട്ടു വെച്ച ചെമ്പരത്തിയാണ് ഇത്ര. ഞാനിത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണതിൻ്റെ ഇടയിൽ ഇത് കണ്ടപ്പോൾ ഒരു ചെടിയിൽ കുഴിച്ചിടാമെന്ന് വിചാരിച്ച് ചെടിയിലൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെടീൻ്റെ വേര് കാണാത്ത വിധം ഞാൻ കുറച്ച് മണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മണ്ണിൻ്റെ കട്ടകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഗാർഡൻ്റെ ഇടയിൽ തന്നെ ഈ ചെമ്പരത്തിയും കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡൻ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നനച്ച് കൊടുക്കുക ഒരു നേരം മറന്നു പോയാൽ തന്നെ ചെടികൾ നല്ലോണം വാടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ച് കൊടുക്കാറുണ്ട് എനിക്ക് പറ്റുമ്പോഴൊക്കെ. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് പോട്ട്സിലെ ചെടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി നമ്മൾ വേറെ പോട്ട്സൊക്കെ മേടിച്ചിട്ട് അതിലേക്ക് മാറ്റി നടണം. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടി കേട്ടോ. എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ചില ചെടികളൊക്കെ വാടി പോകുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ സെറ്റാവുമെന്നാണ് ഞാൻ വിചാരിക്കണത്. നമ്മുടെ ആമ്പൽക്കുളത്തിലൊക്കെ വെള്ളം വേഗം വറ്റി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം നിറച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുറവാണെങ്കിലും അതിൽ പുതിയ ഇലകളൊക്കെ കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗപ്പിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും കാണാനില്ല. അത് ചത്തുപോയി എന്താ സംഭവിച്ചെന്നുള്ള അറിയില്ല കേട്ടോ. അപ്പം നമ്മുടെ ബാക്കിയുള്ള ചെടികളിലും കൂടി വെള്ളം നിറച്ചിട്ട് നമ്മുടെ മീൻകുളത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഗാർഡൻ്റെ പുറത്ത് നിൽക്കുന്ന ചെടികളാണ് കേട്ടോ. അതൊക്കെ പൂക്കളുള്ളതുകൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഞാൻ വെള്ളം നിറക്കണതിൻ്റെ കൂട്ടത്തിലാണ് കണ്ടത് ഒച്ചിൻ്റെ പോലത്തെ ഒരു സാധനങ്ങൾ. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. വലിയ കുളത്തിൽ നമ്മൾ അത്യാവശ്യം നല്ലോണം വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലകളിലൊക്കെ ഒരു കരട് പോലെയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ചെളി പോലെയൊക്കെ. അപ്പോൾ ഞാനതിങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലോണം ചണ്ടികളൊക്കെ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ കുളം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉണങ്ങിയ ഇലകളും അതുപോലത്തെ പഴുത്ത ഇലകളൊക്കെ മാറ്റിയിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബിരിയാനായ 2 മുട്ടകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പഴുത്ത ഇലകളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ വൃത്തിയാക്കി വന്നപ്പോഴാണ് ഈ ഒരു ചെടി കണ്ടത് കേട്ടോ. ഈ ചെടി കണ്ടപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് തന്നെയാണ്. പിന്നെ ഈ ചെടീനെ പറ്റിയേ മറന്നു പോയിട്ടോ. അപ്പോൾ ആ ചെടീനെ ഞാൻ അങ്ങനെ തന്നെ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ചുള്ള ഇലകളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഇന്നത്തെ പണികളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.